എബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്ക് സായ്കുമാർ കൂടി ചേരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സായ്കുമാർ, നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കറിയാം ഇത്രയേറെ പ്രവാസികൾ ഉള്ള ഒരു സ്ഥലം എന്ന നിലയ്ക്ക് കൂടി നമ്മൾ ആശങ്കപ്പെടേണ്ടതായി ഇപ്പോൾ നിലവിലൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പോൾ ബഹ്റൈനിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില സമയത്ത് സൈറൺ മുഴങ്ങിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. തീർച്ചയായും റോഷ്നി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യക്കാരും മലയാളികളുമായി എത്രയോ പേർ പ്രവാസികളായുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ നിലവിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഖത്തർ ലോകത്തോടായി പറയുന്നത്. ഇപ്പോൾ ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെതായി വന്ന ഒരു വാർത്താക്കുറിപ്പിൽ അവർ പറയുന്നത് ഇറാന്റെ ഈ ഒരു മിസൈൽ അറ്റാക്കിൽ ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഖത്തറിന്റെ പ്രതിരോധ സംവിധാനം സജ്ജമാണ്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ജനവാസ മേഖലയിലേക്കോ അല്ലെങ്കിൽ ഖത്തറിന്റെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് നേരെയോ അല്ല റോഷ്നി. നമ്മളത് എടുത്തു തന്നെ പറയണം. ഇപ്പോൾ തന്നെ ഇറാന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഔദ്യോഗികമായി അവർ പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം അമേരിക്കയാണ്, ഖത്തർ ഞങ്ങളുടെ ഒരു ലക്ഷ്യമേ അല്ല, ഖത്തർ ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, അവിടെയുള്ള ജനങ്ങളോട് ഞങ്ങൾക്കുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. അതിന് ഒരു തരത്തിലുമുള്ള പോറലും ഏൽക്കില്ല. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അവിടെയുള്ള അമേരിക്കയുടെ സേനാ താവളത്തിന് നേരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്. ഞങ്ങളുടെ വിദ്വേഷം ഖത്തറിനെതിരെയല്ല എന്ന് ഇറാന്റെ സെക്യൂരിറ്റി കൗൺസിൽ തന്നെ ഇപ്പോൾ പറയുകയാണ്. ബ്രദർലി ഖത്തർ എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഖത്തറും സൗദി അറേബ്യയും തുടക്കം മുതൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായപ്പോൾ മുതൽ ഇതിൽ നയതന്ത്ര ബന്ധത്തിൽ അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചകൾക്ക് മുന്നിട്ട് നിൽക്കുന്നവരാണ്. ഖത്തർ അമീർ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉൾപ്പെടെ ചർച്ചകൾ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അമേരിക്കൻ താവളങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിൽ ഗൾഫ് മേഖലയിൽ കൃത്യമായി ഇറാൻ ഒരു പ്രത്യാക്രമണം നടത്തും എന്നത് ഉറപ്പായിരുന്നല്ലോ. ആ സാഹചര്യത്തിൽ ഇന്നലെ നമ്മൾ ബഹ്റൈനിലൊക്കെ അതീവ ജാഗ്രത കണ്ടെന്നുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഖത്തറിന് നേരെ തന്നെ ആക്രമണം ഉണ്ടാകുന്നത്. അതായത് സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറിന് നേരെ തന്നെ ആക്രമണം നടത്തുന്നു. ഇത് ഖത്തർ എന്ന ബ്രദർലി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. സാഹോദര്യമുള്ള ഖത്തറുമായല്ല ഈ യുദ്ധം, സഹോദര രാജ്യമാണ്. പക്ഷേ യുദ്ധം അമേരിക്കയ്ക്ക് നേരെയാണ് എന്ന് പറയുന്നു. എങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. നമ്മളിപ്പോൾ മലയാളികളൊക്കെ തന്നെയാണെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം, മറ്റിടങ്ങളിൽ നിന്ന് വിമാനങ്ങളൊക്കെ റദ്ദാക്കുന്ന സാഹചര്യം, ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും വിനീത, ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇറാനും ഇസ്രയേലും നേർക്കുനേർ ആക്രമണം ഉണ്ടാകുന്നത് പോലെ അല്ല പശ്ചിമേഷ്യയിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുമ്പോൾ ഇതിന്റെ വ്യാപ്തി എന്നുള്ളത് എല്ലാവരും ആശങ്കപ്പെട്ടതും. തുടക്കഘട്ടം മുതൽ ഇറാൻ ഇസ്രയേൽ ആക്രമണം നടക്കുമ്പോൾ തന്നെ എല്ലാവരും ആശങ്കപ്പെട്ട ഒരു കാര്യം ഈ ഏറ്റുമുട്ടൽ വലുതാകുമോ എന്ന ഒരു ആശങ്കയായിരുന്നു. കാരണം അതിലങ്ങനെയാണെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണങ്ങൾ വഴിമാറണം. അതാണിപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇറാൻ അവർ വലിയ ദേഷ്യത്തോടു കൂടി തന്നെ അമേരിക്കയാണ് പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നത്. ഇപ്പോൾ പോലും അവർ പറയുന്നത് ഈ ഒരു